വെറുതെ ഉപയോഗിച്ചാൽ മതിയോ? മേക്കിംഗ് കൂടി കാണണ്ടേ? ഡെബിറ്റ് കാർഡ് മുതൽ പെട്രോൾ പമ്പ് വരെ. ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയ പ്ലാസ്റ്റിക് കാർഡ് എങ്ങനെയാണ് പണത്തിന് പകരം കൈമാറാൻ കഴിയുന്ന ഡെബിറ്റ് കാർഡ് ആകുന്നത്? റബ്ബർ ബാൻഡും ഇറേസറും റബ്ബറിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിലും രണ്ടിനും രണ്ട് ലുക്കും ഉപയോഗവും എങ്ങനെ വരുന്നുവെന്നറിയുമോ? പെട്രോൾ പമ്പിൽ പോകാത്തവരുണ്ടാകില്ല. എന്നാൽ നിങ്ങൾ പെട്രോൾ പമ്പ് മേക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കാണിച്ചു തരാനല്ലേ മക്കളെ ഈ ഫാക്സ് മോജോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ നിത്യജീവിതത്തിൽ നിങ്ങൾ കാണുന്ന പെർഫ്യൂം മുതൽ കസേര വരെയുള്ള ധാരാളം വസ്തുക്കളുടെ നിർമ്മാണ രഹസ്യങ്ങൾ കാണാം. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ? നമ്പർ 10, സ്പ്രേകളും പെർഫ്യൂമുകളും. ചങ്കിന്റെ കയ്യിൽ ഒരു പെർഫ്യൂം ബോട്ടിൽ കണ്ടാൽ അതൊന്നടിച്ച് മണത്ത് നോക്കാത്തവർ നമ്മളിൽ പെട്ടവരല്ല ഗൈസ്. അതെന്തായാലും ആൽക്കഹോൾ, സിന്തറ്റിക് ഫ്രേഗ്രൻസുകൾ, വിവിധ അലുമിനിയം സംയുക്തങ്ങൾ, ലവണങ്ങൾ, ട്രൈക്ലോസാൻ എന്നിവ മിക്സ് ചെയ്യുന്നതോടെയാണ് പെർഫ്യൂം മേക്കിംഗ് ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിവിധതരം എയറോസോളുകൾക്ക് വിവിധ ഘടകങ്ങളാണ് ചേർക്കുന്നത്. അതായത് സാനിറ്റൈസർ, ഡിയോഡ്രന്റ്, റൂം ഫ്രഷ്നർ, അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. പെർഫ്യൂം ആണെങ്കിൽ ക്യാനുകൾ കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് ആദ്യം എഥനോൾ നിറയ്ക്കുന്നു. ഇതിനുശേഷം ക്യാനുകളുടെ മുകൾ ഭാഗം സീൽ ചെയ്ത് അതിൽ ഗ്യാസ് നിറയ്ക്കുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ എഥനോൾ എളുപ്പത്തിൽ നീരാവിയായി പോകുകയും സുഗന്ധ തന്മാത്രകൾ വായുവിലേക്ക് പടരുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺവെയർ ബെൽറ്റിലൂടെ പോകുന്നതിനിടയിൽ ക്യാനിലേക്ക് ആക്ച്വേറ്ററുകളും അടപ്പുകളും എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ക്വാളിറ്റി ചെക്കിങ്ങും പ്രധാനപ്പെട്ട വിവരങ്ങളുടെ പ്രിന്റിംഗും കൂടി കഴിഞ്ഞാൽ സംഗതി റെഡി. ഈ സെമി ഓട്ടോമാറ്റിക് മെഷീനിനോടൊപ്പം ഇത്തരത്തിലൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നിലവിൽ 40 ലക്ഷത്തോളമാണ് ചെലവ് വരികയത്രേ. താങ്ക് മീ ലേറ്റർ. നമ്പർ 9, ഡാൽഡയും ലോലിപോപ്പും. ദേ ഈ കാണുന്ന ഡാൽഡയുടെ ഒരു കുഞ്ഞൻ പാക്കറ്റെങ്കിലും കാണാത്ത അടുക്കള നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഈ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഐറ്റം പനയിൽ നിന്നും എണ്ണക്കുരുകൾ ശേഖരിച്ച് അവയെ പുഴുങ്ങി അരച്ചെടുത്ത് അതിൽ നിന്നും പാം ഓയിൽ ഉണ്ടാക്കുന്നു. ഈ പാം ഓയിലിൽ നിന്നും വേർതിരിക്കുന്ന ട്രാൻസ് ഫാറ്റ് ആണ് സാക്ഷാൽ ഡാൽഡ എന്നറിയുമോ നിങ്ങൾക്ക്? പാം ഓയിലിലേക്ക് ഹൈഡ്രജൻ കടത്തിവിട്ട് ഹൈഡ്രോജനൈസ് ചെയ്താണ് ഡാൽഡ നെയ്യ് തയ്യാറാക്കുന്നത്. എന്നാൽ ഇതിൽ വലിയ തോതിൽ ശരീരത്തിന് ഹാനികരമാകുന്ന ട്രാൻസ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു ലോലിപോപ്പ് റാപ്പിംഗ് മെഷീൻ കണ്ടാലോ? ഈ റൗണ്ട് ഷേപ്പുള്ള ലോലിപോപ്പ് കവറുകൾ ട്വിസ്റ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ പാക്ക് ചെയ്യാൻ സഹായിക്കുന്ന മെഷീനാണ്. ഈ മെഷീനിൽ ബഞ്ച് റാപ്പിംഗും മുകൾ ഭാഗവും താഴ്ഭാഗവും റാപ്പ് ചെയ്യുന്ന ഡബിൾ റാപ്പിംഗ് രീതിയും ലഭ്യമാണ്. പ്രോഗ്രാമബിൾ ഡിസൈൻ കൺട്രോളിംഗും ഓട്ടോമാറ്റിക് സ്റ്റോപ്പിംഗ് സിസ്റ്റവുമെല്ലാം ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് ജോലി എളുപ്പമാക്കി കൊടുക്കുമെന്നതിൽ സംശയമില്ല. എങ്കിലൊരു ലൈക്ക് ഇട്ടോ. നമ്പർ 8, ഡെബിറ്റ് കാർഡ്. എന്നാൽ പിന്നെ അടുത്തതായി ഒരു ഡെബിറ്റ് കാർഡ് കൂടെ എടുത്തിട്ട് പോയാലോ? വാസ്തവത്തിൽ ഇത്തരം കാർഡുകൾ ഉണ്ടാക്കുന്നതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. ആദ്യമായി ലാമിനേറ്റഡ് ഷീറ്റുകളിലേക്ക് വെള്ള പെയിന്റ് പ്രിന്റ് ചെയ്തതിനു ശേഷം ബാക്കി കോമ്പിനേഷനുകളും ഘട്ടം ഘട്ടമായി ചേർക്കുകയും ഓരോ ഘട്ടത്തിലും വളരെ കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് സൂക്ഷ്മമായ ലൈനുകൾ വരെ പരിശോധിക്കുന്നതും സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. ഗൈസ്, നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ബാങ്കിലേക്കും ബാങ്കിൽ നിന്ന് തിരിച്ചും ഒരു സിഗ്നൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ മാഗ്നറ്റിക് സ്ട്രിപ്പുകളാണ്. അതാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഷീറ്റുകൾ കൊണ്ടും വളരെ ഉയർന്ന മർദ്ദത്തിൽ സീൽ ചെയ്ത കോപ്പർ കാസ്കറ്റ് കൊണ്ടും കവർ ചെയ്യുകയും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിലേക്ക് സ്ട്രിപ്പുകളും ഹോളോഗ്രാമുകളും കൂടി ചെയ്ത് ചിപ്പ് ഇൻസേർട്ട് ചെയ്താൽ പിന്നെ ഇവൻ പ്ലാസ്റ്റിക് കാർഡല്ല, സ്മാർട്ട് കാർഡുകളാണ്. ഇവയിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് അതിന്റെ മെമ്മറിയിൽ ഓരോരുത്തരുടെയും വിവരങ്ങൾ ഫീഡ് ചെയ്ത് പുറമേക്ക് മറ്റ് വിവരങ്ങളും പ്രിന്റ് ചെയ്ത് ഉടമകൾക്കയക്കും. നമ്പർ 7, പെട്രോൾ പമ്പ്. ഇനി നമുക്ക് പെട്രോൾ പമ്പുകളുടെ ഇൻസ്റ്റലേഷൻ ഒന്ന് കണ്ടാലോ? ഇതിനായി അനുമതിയും സ്ഥലവും എല്ലാം റെഡിയായാൽ ഫ്യൂൽ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അളവ് മാർക്ക് ചെയ്ത് അവിടെ വലിയ കുഴികൾ എടുക്കുന്നതാണ് ആദ്യഘട്ടം. അതായത് പ്രദേശത്തെ മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രത്യേകം കരുതൽ വേണ്ടിവരും. ലൂസ് മണ്ണുള്ള ഇടങ്ങളിലാണെങ്കിൽ പ്രത്യേകമായി ഷെൽട്ടറിംഗ് ഉൾപ്പെടെ ചെയ്യാറുണ്ട്. ഇതിലേക്ക് ഘട്ടം ഘട്ടമായി കോൺക്രീറ്റ് ചെയ്യലും പ്ലാസ്റ്റർ ചെയ്യലും എല്ലാം നടത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും എത്രത്തോളം സുരക്ഷ വേണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇവിടെ ടാങ്ക് പെഡസ്റ്റൽ ബീം കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ളത് ടാങ്കിന്റെ ലീക്കേജ് ടെസ്റ്റാണ്. സുരക്ഷാ ടെസ്റ്റുകളെല്ലാം പൂർത്തിയായാൽ ടാങ്ക് ഇതിലേക്ക് ഇറക്കി വെക്കും. ശേഷം ടാങ്കിന്റെ പുറം വാളുകളും മുകൾ ഭാഗവും കൃത്യമായി നിർമ്മിക്കുന്നു. കനത്ത മോണിറ്ററിംഗ് ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടാകാറുണ്ട്. ഇതിൽ നിന്നും പെട്രോൾ പമ്പിംഗ് മെഷീനുകളിലേക്ക് മണ്ണിനടിയിലൂടെ ലൈനുകൾ ഉണ്ടാകും. ഇതുവഴിയാണ് ഇന്ധനം പമ്പിംഗ് മെഷീനുകളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ പൈപ്പിംഗ്, കൺസ്ട്രക്ഷൻ എന്നിങ്ങനെ ബാക്കിയുള്ള എല്ലാ എക്സ്റ്റീരിയറും തയ്യാറായതിനു ശേഷം ഇതിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നു. സ്വന്തം വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ആദ്യമായി പമ്പിലേക്ക് പോയ സീൻ ഓർമ്മയുണ്ടോ ഗൈസ്? യാ മോനെ. നമ്പർ 6, റബ്ബർ ബാൻഡ്.
ഗൈസ്, നമ്മൾ വളരെ കുഞ്ഞുനാൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇക്കാലത്ത് വലിയ രൂപമാറ്റമൊന്നും വന്നിട്ടില്ലാത്ത ദി റിയൽ ലെജൻഡാണ് റബ്ബർ ബാൻഡ്. ഇവന്റെ മൂട്ടിൽ ഒരു കഷ്ണം പേപ്പർ തിരികെ തൊടുത്തുവിട്ട പീരങ്കികൾ മറക്കാൻ പറ്റുമോ മച്ചാന്മാരെ? നമുക്കറിയാവുന്നതുപോലെ തന്നെ റബ്ബർ ആശാന്റെ ജനനത്തിന് റബ്ബർ മരത്തിൽ നിന്നുമുള്ള നാച്ചുറൽ ലാറ്റക്സ് തന്നെ വേണം. ഇതിനെ ഫാക്ടറികളിലേക്ക് കൊണ്ടുവന്ന് ഉയർന്ന താപനിലയിൽ സിന്തസൈസ് ചെയ്യുന്നതിലൂടെ റബ്ബർ വളരെ സോഫ്റ്റ് ആകുന്നു. ശേഷം ഇതിനെ ഒരു റോളറിലേക്ക് വെച്ച് വീതിയേറിയ ഷീറ്റുകളാക്കി മുറിച്ചു മാറ്റി നിശ്ചിത അളവിൽ മറ്റ് രാസവസ്തുക്കളും ചേർക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ റബ്ബറിനെ കൂടുതൽ ഇലാസ്റ്റിക് ആക്കി മാറ്റാൻ സാധിക്കും. ഇനിയൊരു വർക്കർ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ കെട്ടുകളാക്കി അടുത്ത മെഷീനിലേക്ക് വിടുന്നു. ഇതിൽ നിന്നും അകംപൊള്ളയായ നീളൻ ട്യൂബുകളായാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ ഘട്ടത്തിൽ ടാൽക്കം പൗഡറും തൂകും. തുടർന്ന് ഇവയെ തണുപ്പിക്കുകയും അലുമിനിയം ദണ്ടുകളിലേക്കിട്ട് ഒരു വലിയ ഓവനിലേക്ക് വെക്കുകയും ഇതോടെ റബ്ബർ ബാൻഡുകൾ കൂടുതൽ ഇലാസ്റ്റിക് ആയി മാറുകയും ചെയ്യും. ഈ ഓവനിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന റബ്ബറിൽ നിന്നും ആദ്യ ദണ്ടുകൾ നീക്കം ചെയ്യുകയും പിന്നീട് അതിൽ അവശേഷിക്കുന്ന ടാൽക്കം പൗഡർ നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഇനി ഇത് വേണ്ട കനത്തിൽ ഇങ്ങനെ കചകച മുറിച്ചെടുക്കും. റബ്ബർ ബാൻഡ് റെഡി. എന്നാൽ വിരൽ നീട്ടി ഒരു സബ്സ്ക്രൈബ് അടിച്ചോ. നമ്പർ 5, ഡിറ്റർജന്റ് സോപ്പ്. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണം ഇപ്പോൾ അങ്ങനെ അധികം ആർക്കും അറിയാത്ത ഒന്നല്ല. എന്നാലും ഇത് വലിയ അളവുകളിൽ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിനായി പൂർണ്ണമായും മെഷീനെ ആശ്രയിക്കുന്നവരും തൊഴിലാളികളെ തന്നെ ആശ്രയിക്കുന്നവരുമുണ്ട്. ആദ്യം സോപ്പ് മേക്കിങ്ങിനായി മെഷീനിലേക്ക് ഡോളമൈറ്റ് ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് സോഡാപ്പൊടിയും ചേർക്കുന്നു. ശേഷം ആസിഡ് സ്ലറി ചേർത്ത് അരമണിക്കൂറിന് ശേഷം IOS എന്നൊരു എമൽസിഫയർ കൂടി ചേർത്ത് 8 മണിക്കൂറോളം മിക്സ് ചെയ്യുന്നു. ശേഷം സോഡിയം സിലിക്കേറ്റും പോളിമറുകളും കളറുകളും എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മോൾഡുകളിലേക്ക് മാറ്റി തണുപ്പിച്ച് ലേബൽ ചെയ്തെടുക്കും. നിലവിൽ ഇത്തരം സോപ്പ് നിർമ്മിക്കുന്നതിനുള്ള കിറ്റുകൾ കടകളിൽ ലഭ്യമാണ്. ഉണ്ടാക്കി നോക്കിയവരുണ്ടോ? നമ്പർ 4, പ്ലേയിങ് കാർഡ്സ്. ഈ ഐറ്റം കാണാത്തവരുണ്ടോ? ഈ ഞങ്ങളോടോ അല്ലേ? അതെ, ഒരു ശരാശരി മലയാളിക്ക് ഇവനെ അറിയാം. പക്ഷേ ഈ കാർഡ് മേക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാർഡ് മേക്കേഴ്സിന്റെ അടുത്തേക്ക് പേപ്പർ എത്തുന്നതോടെ കാർഡ് നിർമ്മാണം ആരംഭിക്കുന്നു. ഫാക്ടറികളിൽ സൂക്ഷിക്കപ്പെടുന്ന കാർഡുകളുടെ താപനില നിരന്തരമായി ചെക്ക് ചെയ്യപ്പെടാറുണ്ട്. കാർഡുകളെ അതാര്യമാക്കുന്നതിൽ അവയുടെ സ്ട്രക്ചറിന് കാര്യമായ പങ്കുണ്ട് കേട്ടോ. ഇതിനായി 2 പേപ്പർ ലെയറുകൾക്കിടയിൽ നിറമുള്ള ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഓരോ ഡെക്കിനും വേണ്ട ആർട്ട് വർക്കുകൾ ഡബിൾ ചെക്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് പ്രിന്റിംഗ് പ്ലേറ്റിലേക്കും കാർഡിലേക്കും പ്രിന്റ് ചെയ്യും. ശേഷം കട്ടിംഗ് മെഷീൻ ഇത് കട്ട് ചെയ്തെടുക്കും. അവ ഓരോ ഡെക്കുകളായി കൺവെയറിലൂടെ നീങ്ങി പുറമേ ഒരു കവറിംഗ് കൂടി ചെയ്യപ്പെടും. പിന്നെയുള്ളത് പാക്കിംഗ് ആണ്. നമ്പർ 3, റബ്ബർ കട്ടകൾ. ഇനിയൊരു നൊസ്റ്റു ഐറ്റമാണ്. സ്കൂൾ ടൈമിൽ ഒരു റബ്ബർ പൂർണ്ണമായും ഉപയോഗിച്ച് തീർത്തവരുണ്ടോ? റബ്ബർ മരത്തിന്റെ കറയായ ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ കട്ടയുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. വൈറ്റ് റബ്ബർ ഫ്ലെക്സിബിളായ വിനൈലിൽ നിന്നും പിങ്ക് ഇറേസർ സിന്തറ്റിക് റബ്ബറിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത റബ്ബറിനൊപ്പം സൾഫറും വെജിറ്റബിൾ ഓയിലും കാൽസ്യം കാർബണേറ്റും പോലുള്ള ധാരാളം ഘടകങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യം വേണ്ട കട്ടിയിലാകുമ്പോൾ മെഷീനിൽ നിന്നും മാറ്റി 1/2 ദിവസത്തോളം തണുക്കുവാനായി വെക്കുന്നു. ശേഷം ഇതെടുത്ത് സ്ക്വയറുകളായി മുറിച്ച് 20 മിനിറ്റോളം 163 സെൽഷ്യസിൽ പ്രഷർ ഹീറ്റ് നൽകിയതിനു ശേഷം തണുക്കാനായി വെള്ളത്തിലിടുന്നു. ഒറ്റ കളറിലുള്ള റബ്ബർ ഈ ഘട്ടത്തിന് ശേഷം മറ്റൊരു മെഷീൻ കൃത്യമായി കട്ട് ചെയ്തെടുക്കും. എന്നാൽ ഡബിൾ കളറിലുള്ള ഇറേസറിന് ഇനിയും പ്രോസസ്സുകളുണ്ട്. ഇങ്ങനെ 2 കളറിലെയും റബ്ബർ ചേർത്ത് പിന്നെയും ഹീറ്റ് പ്രസ് ചെയ്തതിന് ശേഷമാണ് അവയെ മുറിക്കുന്നത്. നീല നിറത്തിലുള്ള ഇറേസറിൽ പ്യൂമിസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അവയുപയോഗിച്ച് മഷി മായ്ക്കുവാൻ കഴിയുന്നത്. വൈറ്റ് ഇറേസർ ആണെങ്കിൽ കുറെ കൂടി എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. നമ്പർ 2, പ്ലാസ്റ്റിക് കസേരകൾ. അടുത്തതായി കസേര നിർമ്മാണത്തെപ്പറ്റി നമുക്കൊന്ന് ഇരുത്തി ചിന്തിച്ചാലോ? നമ്മളിവിടെ പാവപ്പെട്ടവന്റെ സിംഹാസനമായ പ്ലാസ്റ്റിക് കസേരകളെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഇതൊരു ഫുള്ളി റോബോട്ടിക് മെഷീനാണ്. അതുകൊണ്ട് തന്നെ പൊടിച്ച് തരികളാക്കിയ പ്ലാസ്റ്റിക് ഈ മെഷീനിന്റെ ഹീറ്റിംഗ് ഏരിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ മെഷീൻ തന്നെ അതിനെ ചൂടാക്കി ഉരുക്കി മോൾഡിലേക്ക് ഇൻജെക്ട് ചെയ്ത് കസേരയാക്കി റെഡിയാക്കി തരും. ആദ്യഘട്ടത്തിൽ തന്നെ ഏത് നിറത്തിലുള്ള കസേരയാണോ വേണ്ടത് ആ നിറത്തിലുള്ള പിഗ്മെന്റ് കൂടി ഇതോടൊപ്പം ചേർക്കുന്നുണ്ടാവും. ഇതിൽ ഹീറ്റിംഗ് നടത്തി പ്ലാസ്റ്റിക്കിനെ ദ്രാവക രൂപത്തിലാക്കുന്നത് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ്. അത് കഴിഞ്ഞ് മോൾഡിലേക്ക് എത്തുന്നതിന് മുൻപ് കൂളിംഗ് നടത്തുകയും ചെയ്യും. ഇനി കസേരകൾ പുറത്തേക്ക് എത്തുന്നതോടെ അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് കൂടി നടത്തി കവർ ചെയ്യപ്പെടും. ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കസേരകൾക്കും വ്യത്യാസങ്ങളുണ്ടാകും. അതെന്തായാലും ശരി, സ്വന്തം വീട്ടിലെ കസേരയിൽ തോന്നുന്ന പോലെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ ലെവലല്ലേ? വാട്ട് ഡു യു ഫീൽ? നമ്പർ 1, ടൂത്ത് പേസ്റ്റ്. ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട്, സ്പൈസസ് ഉണ്ട്, ഉമ്മിക്കിരിയുണ്ട്, അങ്ങനെ ഇല്ലാത്തതൊന്നുമില്ല.
എങ്കിൽ ഇനിയാവാം ഒരു ടൂത്ത് പേസ്റ്റ് മേക്കിംഗ് കാഴ്ച. ഈ കാണുന്ന ഹെർബൽ ടൂത്ത് പേസ്റ്റിലും ധാരാളം സ്പൈസസും ഔഷധങ്ങളുമുണ്ട്. ഇവയെല്ലാം പൊടിച്ച് തിളപ്പിച്ചെടുക്കുന്നതാണ് തുടക്കം. ഇനി പേസ്റ്റ് നിർമ്മാണത്തിനായി കാൽഷ്യം കാർബണേറ്റും ഗൈറിക് പൗഡറും നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് സോഡിയം ലൊറൈൽ സൾഫേറ്റ് ചേർത്ത് ഉയർന്ന താപനിലയിൽ മിക്സ് ചെയ്ത് ഔഷധ കൂട്ടുമായി ചേർക്കും. ഇനിയുള്ളത് സോർബിറ്റോൾ ചേർക്കുന്നതും ഫ്ലേവറിംഗ് ചേർക്കുന്നതുമാണ്. ടൂത്ത് പേസ്റ്റ് റെഡിയായി. ദേ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ്. പേസ്റ്റ് നിറച്ചു കഴിഞ്ഞാൽ ഇവിടം സീല് ചെയ്ത് പാക്കറ്റിലാക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് കൂടി പറയൂ. നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഐറ്റംസിൽ ഏതിന്റെ മേക്കിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും നന്ദി.